السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون صدق الله مولانا العظيم وقال نبينا محمد صلى الله عليه وسلم اتقوا الله وصلوا خمسكم وصوموا شهركم وأدوا زكاة أموالكم وأطيعوا أمراءكم تدخلوا جنة ربكم ألا كل شيء ما خلا الله باطل وكل نعيم لا محالة زائل علموا أمة سيدنا ومولانا محمد ഏറെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മഹത്തായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷനും മഹലിൻ്റെ പ്രസിഡന്റ് കൂടിയായ കെ അബ്ബാസ് സാഹിബ് അവറുകളെ,
വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ധന്യമാക്കി തന്നു ഈ മഹല്ലിൻ്റെ ഇസ്ലാമിക കാര്യങ്ങളിൽ അനുഗ്രഹീത നേതൃ സാന്നിധ്യവും ഏറെ പ്രിയങ്കരനുമായ ഹബീബ് ഫൈലി ഒലിപ്പാറ അവർകളെ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ മുജീബ് സാഹിബ്, ആദരണീയരായ സുലൈമാൻ സാഹിബ്, വന്ദ്യരായ ഹനീഫ മുസ്ലിയാർ, മറ്റു വേദിയിലും സദസ്സിലുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SKSSF, MIOSF, മാട്ടുമല മഹല്ല് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മഹാനായ അബൂ വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ അവരുടെ ആണ്ട് നേർച്ചയും സലാത്ത് മജ്ലിസുന്നൂർ വാർഷിക ദ്വിദിന പ്രഭാഷണവും ദുആ സമ്മേളനവും എന്ന പരിപാടിയിലാണ് നമ്മൾ ഈ മാട്ടുമലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആരാണ് വിജയി എന്ന ശീർഷകത്തിലാണ് ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തേണ്ടത്. വിഷയാധിഷ്ഠിതമായി സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദരണീയരായ ഈ സദസ്സിലുള്ള ആളുകളോട് ഒരു എളിയ അഭ്യർത്ഥന നടത്താനുള്ളത്, എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലിങ്ങനെ കണ്ട് അവിടുത്തെ പച്ചക്കുബ്ബ നോക്കി നിൽക്കുന്നത് പോലെ, അവിടുത്തെ റൗള ഷരീഫിൽ അരികിൽ ചേർന്ന് നിൽക്കുന്നത് പോലെയുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി അല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സല്ലി ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. വലയ്യാലി റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹല്ല ബിസ്മി മുൻതഖിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ
للخلق كلهم. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഇത് കാരണമാക്കി തരണമേ റബ്ബേ. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൻ്റെ ലഹരിയാക്കി വിജയം നേടാൻ ഇത് കാരണമാക്കി തരണമേ റബ്ബേ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ഉല്ലസിക്കാൻ ഇത് കാരണമാക്കി തരണമേ റഹ്മാനെ. അവിടുത്തെ ചാരത്ത് മദീനത്തുൽ മുനവ്വറയിൽ ഒരുപാട് തവണ എത്താൻ ഇത് കാരണമാക്കി തരണമേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന വിജയികളിൽ ഉൾപ്പെടാൻ ഇത് കാരണമാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹ് ഈ സദസ്സ് ഖബൂലിയത്തുള്ളതാകാൻ ഇതിനെ കാരണമാക്കി തരണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. എല്ലാവരും ഇരുന്നോളൂ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, ആരാണ് വിജയികൾ എന്നുള്ള വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഏതൊരാളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലതരത്തിലുള്ള വിജയങ്ങളുണ്ട്. ഈ മാട്ടുമലയിലുള്ള ആളുകളൊക്കെ വിജയികളാകണമെന്ന് ആഗ്രഹിക്കണുണ്ടോ? വിജയിക്കണം എന്ന് ആഗ്രഹിക്കണവരൊന്ന് കൈപൊക്കെ. അൽഹംദുലില്ലാഹ് എല്ലാവരും ഉണ്ടല്ലേ. അള്ളാഹു വിജയികളാക്കി തരട്ടെ. ആരാണ് വിജയികളെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു അധ്യായത്തിന് പേര് തന്നെ അള്ളാഹു കൊടുത്തത് മുഅ്മിനൂൻ എന്നാണ്. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുക. അതിൽ അള്ളാഹു പറയുന്നത് തീർച്ചയായും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, വിജയിച്ചിരിക്കുന്നു. ആര് എന്ന് പറയുന്നു. നോക്കൂ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇത് ഞാൻ എന്തെങ്കിലും വെറുതെ പറയുകയല്ല. പ്രപഞ്ചത്തിന്റെ സട്ടാവായ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇനി ആരാണ് ഈ വിജയികളായ സത്യവിശ്വാസികൾ? നമ്മളൊക്കെ അതിൽ പെടുമോ? ആ വിശ്വാസികളായ ആളുകളുടെ വിശേഷണങ്ങളും ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, വിജയികളായ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരുടെ അരികിൽ അല്ലാഹ് എന്നങ്ങ് പറയപ്പെട്ടു കഴിഞ്ഞാൽ വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറകൊള്ളുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതു, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒന്നൊന്നായി അവരുടെ അരികിൽ ഓതി തുടങ്ങിയാൽ സാദതുഹും ഈമാനാ, അവരിലുള്ള ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ്, അവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സർവവും അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നവരാണ്, സമർപ്പിക്കുന്നവരാണ്. ഇതാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. എന്റെ മാട്ടുമലയിലെ നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, ആത്മാർത്ഥമായി പറയുകയാണ്, കാതൊന്ന് തുറന്നു വെച്ച് ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കണേ. അള്ളാഹു നമ്മയൊക്കെ വിജയികളാക്കി തരട്ടെ. ഉറക്കാമീൻ പറഞ്ഞോളൂ. ഈ സരസ് കഴിയുമ്പോഴേക്കും അല്പമെങ്കിലും ഈമാനീക വെളിച്ചം നമുക്ക് വർദ്ധിക്കണം. അള്ളാഹു നമ്മയൊക്കെ വിജയികളാക്കി തരട്ടെ. ബഹുമാനികളെ, അള്ളാഹ് പറയാണ്, വിജയികൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്കും അവർക്ക് കണ്ണുനീര് വരും. നമുക്കെന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഉമ്മാക്ക് അസുഖം വന്നപ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഭാര്യക്ക് ക്ഷീണമുണ്ടായപ്പോ വേദന വന്നിട്ടുണ്ടോ? ഭർത്താവിന് പ്രയാസം വന്നപ്പോ കണ്ണുനീര് വന്നിട്ടുണ്ടോ? എന്നാൽ കോടാനക്കോടി അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരിഞ്ഞു തരുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? നാളെ മഹ്ശറ വൻഭൂമിയിൽ
സൂര്യൻ ഒരു ചാണ് മുകളിൽ വന്ന് ഉദയം ചെയ്ത് നിൽക്കുമ്പോ അന്ന് അള്ളാഹു ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് തന്റെ അർശിന്റെ തണലിട്ട് കൊടുത്ത് ആദരിക്കുന്നതാണ്. അതിൽ പ്രധാനികളായ ഒരു വിഭാഗം ആരെന്നറിയുമോ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ട് കണ്ണുനീര് പൊഴിക്കുന്നവരാണ്. അല്ലാ എന്ന് കേൾക്കുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ അവർക്കിങ്ങനെ കിടുകിടാ വിറകൊള്ളുന്ന അവസ്ഥയായിരിക്കും, അവർക്കിങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ മുഴുവൻ സത്യവിശ്വാസികളുടെ ഈമാന് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു. അപ്പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് വെക്കുന്നതെങ്കിൽ കനം തൂങ്ങുന്നത് ആരുടെ ഈമാനായിരിക്കും? തുലാസിന്റെ ഒരു തട്ടിൽ ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഈമാന് വെച്ചു. അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും വെച്ചു. ഏതായിരിക്കും കനം തൂങ്ങുക? മുത്തുനബി പറഞ്ഞു, അതായിരിക്കും. നിങ്ങളെന്റെ കൂടല്ലേ? എന്നോർക്കെ പറയും, ഏതായിരിക്കും? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനാണ്. എന്താണ് അവിടുത്തെ ക്വാളിറ്റി എന്നറിയുമോ? അല്ലാ എന്നുള്ള ചിന്ത വരുമ്പോഴേക്കും ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അവിടുന്ന് ഇങ്ങനെ സങ്കടം വരുമായിരുന്നു. ഒരു സംഭവം പറയട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ തിരുദൂതർ രാത്രി വീട്ടിൽ നിന്നിറങ്ങുകയാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് ഇറങ്ങുന്നത്. എവിടെ നിന്നെങ്കിലും ഭക്ഷണം ലഭിക്കുമോ എന്നന്വേഷിച്ചിറങ്ങുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഇരുട്ടിലൂടെ മറ്റൊരാൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അരികിൽ ചെന്ന് നോക്കിയപ്പോ അതാരായിരുന്നുവെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടകൂട്ടുകാരനായ അല്ലാഹുവിന്റെ തിരുദൂതർക്ക് നേലില്ലല്ലോ നിഴൽ പോലെ വർത്തിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എതിരെ വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, എന്താ ഈ രാത്രി വീട്ടിൽ നിന്നിറങ്ങിയത്? അപ്പൊ മുത്തുനബിയോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, വിശപ്പ് കൊണ്ട് ഇറങ്ങിയതാണ് നബിയേ. കണ്ടോ നിങ്ങൾ, മുത്തുനബിക്ക് വിശന്നപ്പോ ആർക്കും വിശന്നു എന്ന് പറയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഗാഢത എന്ന് പറയുന്നത്. ചില ഉമ്മമാരിങ്ങനെ പറയാറുണ്ടല്ലേ, എന്താണാവോ എനിക്കൊരു അസ്വസ്ഥത, സ്കൂളിൽ പോയ മോൻക്ക് അതല്ലെങ്കിൽ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരിക്കും, മോനൊന്ന് വീണിട്ട് കയ്യിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതേ സമയത്ത് ഉമ്മക്ക് ഇവിടെ അസ്വസ്ഥത വരികയാണ്, ഉമ്മ ഇവിടെ തിരിച്ചറിയണം. അതാണ് സ്നേഹബന്ധത്തിന്റെ ഗാഢത എന്ന് പറഞ്ഞാൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിലേക്ക് കാരണമായ അസുഖം വന്നിട്ട് മദീനത്തെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ സിയാറത്ത് നടത്തിയിട്ട് തിരികെ വരുന്നുണ്ട്. നല്ല തലവേദന ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. റസൂലുള്ള വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ആയിഷ ബീവിയുടെ തലയിൽ കൈ വെച്ചിട്ട് പറയാണ്, എന്തൊരു തലവേദനയാണ്. ഇവിടെ ആർക്കാ യഥാർത്ഥത്തിൽ തലവേദന? നിങ്ങളിന്റെ കൂടെ ഇല്ലെന്നത് തോന്നല്ലേ. ആർക്കാ യഥാർത്ഥത്തിൽ തലവേദന ഉള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതാര് തിരിച്ചറിഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെയുള്ള കുടുംബജീവിതത്തിന്റെ വഴി അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. കുടുംബജീവിതത്തിൽ സ്നേഹമന്യമാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും വിശപ്പുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതാ ഇരുട്ടിലൂടെ മറ്റൊരാൾ കടന്നു വരുന്നു. അത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിക്കുന്നു, ഉമറേ, എന്തിനാ ഈ രാത്രി സമയത്ത് വീട് വിട്ടിറങ്ങിയതാ? പുണ്യനബിയെ, വിശപ്പ് കൊണ്ട് ഭക്ഷണം എവിടെ നിന്നെങ്കിലും ലഭിക്കുമോ എന്നന്വേഷിച്ചിറങ്ങിയതാണ്. അങ്ങനെ മൂന്നുപേരും ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയി. എന്റെ മാട്ടുമലയിലെ നല്ലവരിൽ നല്ലവരെ നിങ്ങൾ അതൊന്നിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു നോക്കൂ. ഹൃദയത്തിനകത്തുള്ള കണ്ണുകൊണ്ട് മുത്തുനബി മുന്നിൽ നടക്കുകയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ്. പിന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നടക്കുകയാണ്. അൻസാരിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്കെത്തി. ആ അൻസാരിയായ മനുഷ്യന് വല്ലാത്ത സന്തോഷം. ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതരായ വിരുന്നുകാരാണ്. ഒന്ന് അള്ളാഹുവിന്റെ തിരുദൂതരാണ്, ഒന്ന് അബൂബക്കർ തങ്ങളാണ്, ഉമർ തങ്ങളാണ്. ഇതിലേറെ വലിയ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈത്തപ്പഴത്തിന്റെ ഒരു കൊല അറുത്തിട്ട് കൊണ്ടുവന്നു കൊടുത്തു.
റസൂലുള്ളാഹി തങ്ങൾ അത് സ്വീകരിച്ചു, ഓഹരി ചെയ്തു, എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷിച്ചു. ആ മനുഷ്യൻ പിന്നെ മാംസം പാചകം ചെയ്തു, റൊട്ടി ഉണ്ടാക്കി സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ തിരുദൂതരും സഹാബാക്കളും സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നെ ഒരു ദിവസം കടന്നു വരാനുണ്ട്. ആ ദിവസം അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ ചോദിക്കപ്പെടുന്ന ദിവസമാണ്. അബൂബക്കറെ, ഉമറെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കണ്ണു കാണാതെ കഷ്ടപ്പാട് വന്നപ്പോ വീട് വിട്ടിറങ്ങിയിട്ടാ സുഭിക്ഷമായി വയറ് നിറയെ ഭക്ഷണം തന്നു അല്ലാ. ഈ ഭക്ഷണം എന്ന് പറയുന്ന അനുഗ്രഹത്തെക്കുറിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുമെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തല താഴ്ത്തി ഇരുന്ന് കരയുകയാണ്. എന്തിനാണ് അബൂബക്കറെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാ എന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും, അല്ലാ എന്ന് കേട്ടപ്പോഴേക്കും, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാ എന്നുള്ളത് കേൾക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ കിടുകിടാ വിറകൊള്ളുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈമാനിക വെളിച്ചമുള്ളവരാകാൻ കാരണമെന്തേ? സത്യവിശ്വാസികളിൽ നായകരാകാൻ കാരണമെന്തേ? വിജയികളുടെ ഏറ്റവും വലിയ നായകനാകാൻ കാരണമെന്തേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇങ്ങനെയുള്ള സത്യവിശ്വാസത്തിന്റെ വെളിച്ചമുള്ളവരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാ. മഹാനായ അബൂബക്കർ തങ്ങൾക്ക് പിന്നെ കരച്ചിലോട് കരച്ചിലാ. വീട്ടിലേക്ക് വന്നു. 2-3 ദിവസം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് വീട്ടുകാര് വിളിക്കുമ്പോ ക്ഷണിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ടൊരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാ. എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയാ, ഈ ഭക്ഷണം തന്ന അല്ലാ, ഇത് കഴിക്കാനുള്ള കഴിവ് തന്ന റബ്ബേ, ഇത് കഴിച്ചാൽ ദഹിപ്പിക്കുവാനുള്ള കഴിവ് തന്ന റബ്ബേ. അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ പിന്നിൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലാ. ഇതിനൊക്കെ നന്ദി ചെയ്യാൻ ഈ പാവപ്പെട്ടവന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാലോചിക്കുമ്പോ കരച്ചിൽ വരികയാ എന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുന്നുവെങ്കിലോ ഇതാ സത്യവിശ്വാസികൾ എന്ന് പറയുന്നരാ. എന്റെ മാട്ടുമലയിലെ നല്ലവരിൽ നല്ലവരെ മഹാനായ അബൂ വലിയുല്ലാഹി റഹിമഹുല്ലാ അവരുടെ ചാരത്ത് വന്നിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്നതിനിടയിൽ അല്ലാഹു എത്ര അനുഗ്രഹങ്ങളാ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളതാ. ഓരോ ചവിട്ടടിയും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ തലച്ചോറിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയത് എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നിങ്ങളെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തിയതാരാ? നിങ്ങളെ കാതുകൾക്ക് കേൾവി ശക്തി നിലനിർത്തിയതാരാ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ കൈകൾ കൊണ്ട് സാധിച്ചത് എങ്ങനെയാ? നിങ്ങളെ വീട്ടിൽ നിന്നിറങ്ങി നടക്കാൻ കഴിഞ്ഞതെങ്ങനെയാ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുവാനും ചിന്തിക്കുവാനുള്ള ശേഷി തന്നതാരാ? ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് പൊടിക്കാൻ നമ്മുടെ ആയുസ്സിൽ കഴിഞ്ഞിട്ടുണ്ടോ? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാണ് വിജയികൾ. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവരാണ്. അല്ലാ എന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണുനീര് വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ പാടുന്നുണ്ട്, ഫീ ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വാദാനി മിൻ ബുകാഇ. സിദ്ദീഖ് തങ്ങളുടെ 2 കവിൾത്തടത്തിലും കറുത്ത 2 വരകളുണ്ടായിരുന്നു. ഏതെങ്കിലും കുട്ടികൾ കരിക്കട്ടകൾ കൊണ്ട് വരഞ്ഞുണ്ടാക്കിയ വരകളല്ല. മിൻ ബുകാഇ, കരഞ്ഞ് 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 കണ്ണുനീരൊഴുകി. ആ കണ്ണുനീരൊഴുകിയതിൻ്റെ പാടുകൊണ്ടുണ്ടായ അടയാളമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതാണ് മഹാന്മാർ. അല്ലാ എന്നുള്ള ചിന്ത വരുമ്പോഴേക്കും കണ്ണുനീര് വരും. ഞാൻ ഓർത്തുപോകുന്ന മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ മദദ് ലഭിക്കാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. അത്തിപ്പറ്റ ഉസ്താദിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറയാൻ, ഉസ്താദേ, എൻ്റെ മോൻ്റെ അറബി വളരെ മോശമാണ്, ശമ്പളമൊന്നും കൃത്യമായിട്ട് കൊടുക്കണില്ല. 1-2 വാചകങ്ങൾ പറഞ്ഞപ്പോഴേക്കും ആ മനുഷ്യന്റെ ചെവി പിടിച്ചിട്ട് പറഞ്ഞു, നിർത്തൂ, ഇനി പറയണ്ട. എന്നിട്ട് പറയാണ്, ആ അറബി സുഹൃത്തിന്റെ ഗീബത്ത് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരില്ലേ? ഉസ്താദേ, എൻ്റെ വിഷമം പറഞ്ഞതല്ലേ. മഹാനവരകൾ പറഞ്ഞു, നീ ഇങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടാത്തത് പറയുമ്പോ
എന്റെ കാത് കൊണ്ടത് കേൾക്കേണ്ടി വരുമ്പോ എന്റെ റബ്ബെന്നോട് കോപിക്കുമെന്നുള്ള ഭയം എനിക്കുണ്ടെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് ഓർമ്മ വരുമ്പോഴേക്കും കണ്ണുനീര് വരുന്നവർ, ശരീരത്തിന് മാറ്റം വരുന്നവർ, അവരാണ് സത്യവിശ്വാസികൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ ഇങ്ങനെ പറയുന്നു, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കും. അവരാരാണ്? സൂറത്തുൽ മുഅ്മിനൂൻ തുടർന്ന് പറയുന്നത് എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, നമുക്ക് വിജയം നേടണം, ശാശ്വതമായ വിജയം നേടണം. അതിനുവേണ്ടി പറയുകയാണ്. പിന്നെ ഖുർആൻ പറയുന്നു, ആരാണ് ഈ വിജയികളായ വിശ്വാസികൾ? അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവരിൽ ഉണ്ടാകൂല. അതേ സൂറത്തിൽ ഇങ്ങനെ ഓതി 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 വിജയികളായ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലാഹ് പറയുന്നുണ്ട്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കാരം എന്തെങ്കിലും ഏതെങ്കിലും വഖ്തിനോ ഭക്തിയോടെ നിസ്കരിക്കുന്നവരെന്നല്ല, കൃത്യമായി ഓരോ ദിവസവും 5 നേരവും നിസ്കാരവും സൂക്ഷ്മതയോടെ നിലനിർത്തുന്നവർ, അവരാണ് വിജയികൾ എന്ന് പറയുന്നത്. അവരാണ് വിശ്വാസികൾ, അവരാണ് വിജയികളായ വിശ്വാസികൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ വിജയികൾക്ക് അല്ലാഹു പിന്നെ ഒരുക്കി വെച്ചതിനെ കുറിച്ചും സൂറത്തുൽ മുഅ്മിനൂൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ വാരിസൂൻ, ഇങ്ങനെയുള്ള വിശ്വാസികളായ വിജയികളാണ് അനന്തരമെടുക്കുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനം ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം അനന്തരമെടുക്കുന്നത് ഈ വിജയികളായ വിശ്വാസികളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വിജയികളായ വിശ്വാസികളെ പരിചയപ്പെടുത്തിയപ്പോ അതേ സൂറത്തിൽ ആദ്യത്തെ 13 ആയത്തുകൾക്കിടയിൽ 2 തവണയാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. മറ്റൊന്ന് പറഞ്ഞത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകളാണ്. എന്നാൽ വേറൊരു സൂറത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൂറത്തുൽ മാഊൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകമുള്ളത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധവാന്മാരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്ന വ്യത്യസ്ത വിശദീകരണങ്ങൾ കാണാം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. 2-3 തരത്തിൽ പറയുന്നുണ്ട് ഈ അശ്രദ്ധവാന്മാർ ആരൊക്കെയാണ്. ഒന്ന്, ചില നിസ്കാരങ്ങളിൽ അവർക്ക് ശ്രദ്ധയുണ്ട്, ചില നിസ്കാരങ്ങളിൽ അവർക്ക് ശ്രദ്ധയില്ല. മഗ്രിബ് നിസ്കാരത്തിനൊക്കെ ജമാഅത്തിന് പള്ളിയിൽ ആളുകൾ ഉണ്ടാകും, സുബഹിക്ക് ആളുകൾ ഉണ്ടാകണം എന്നല്ല. നിങ്ങളെ മാട്ടുമലയിൽ എങ്ങനെയാണെന്നറിയില്ല. ഇവിടെ സുബഹിക്കാൻ മഗ്രിബിനാ കൂടുതൽ ആളുണ്ടാവുക, സുബഹിക്കാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെയല്ലേ. ഒരു നാട്ടിലെ ദീനി വെളിച്ചം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാൻ ആ നാട്ടിലെ സുബഹി ജമാഅത്തിന് എത്ര ആളുണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതിയെന്ന്. അപ്പൊ മാട്ടുമലയിൽ സുബഹിക്ക കൂടുതൽ ആളെന്ന് പറഞ്ഞത്. അള്ളാഹു ആ നന്മ നിലനിർത്തി തരട്ടെ. ചില ആളുകൾക്ക് ചില നിസ്കാരങ്ങൾ ശ്രദ്ധ ഉണ്ടാവും, ചില നിസ്കാരങ്ങളിൽ അശ്രദ്ധ. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ ഒറ്റ ദിവസം സുബഹി നിസ്കരിക്കൂല, അവർക്കാണ് നരകം. എന്നാൽ സുബഹിയും മഗ്രിബൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ളുഹൂർ അസ്റും ഇല്ല, അവർക്കാണ് നരകം. ചില നിസ്കാരത്തിൽ ശ്രദ്ധ, ചില നിസ്കാരത്തിൽ അശ്രദ്ധ. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ ഒരു തരം അശ്രദ്ധക്കാരെ മനസ്സിലായില്ലേ. ഇനി രണ്ടാമത്തെ അശ്രദ്ധക്കാർ, അവർക്ക് നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, നിസ്കാരം സമയത്തിന്റെ ആദ്യത്തിൽ നിർവഹിക്കലാണ്. നിസ്കാരം സമയത്തിന്റെ ആദ്യത്തിൽ നിർവഹിക്കാൻ സമയവും സൗകര്യവും സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ ഒത്തിണങ്ങിയിട്ടും അനാവശ്യമായ ഒരു കാരണങ്ങളുമില്ലാതെ അതിന്റെ അവസാന സമയം വരെ പിന്തിപ്പിക്കുന്നത് അശ്രദ്ധയോടെയാണോ, അവർക്കാണ് നരകം. ചില സഹോദരിമാരൊക്കെ ളുഹൂർ നിസ്കരിക്കുന്നത് അസറിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, ഒരു ഉളുവിന് 2 നിസ്കരിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ അസർ വരെ പിന്തിപ്പിച്ചത് അശ്രദ്ധയോടെയാണോ, അവർ അപകടത്തിലാണ്.
ചില ആളുകൾക്ക് ഉണ്ടാവും മക്കളൊക്കെ മൂത്രമൊഴിച്ചിട്ട് ശരീരത്തിന് നജസ്സുണ്ട്, അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ വൈകിയാണ്, അതുകൊണ്ടാണ് വൈകിയത്. കാരണമുണ്ട്. ചില ആളുകൾ പ്രിയപ്പെട്ടവരെ മറന്നുപോയി, കാരണമാണ്. ചില ആളുകൾ ഉറങ്ങിപ്പോയി, കാരണമാണ്. ഒരു കാരണവുമില്ലാതെ അശ്രദ്ധയോടെ അലസനായി പിന്തിപ്പിക്കുന്നവർ അവർക്ക് നരകാഗ്നി ഉണ്ടാകുമെന്നാണ്. മറ്റൊരു അശ്രദ്ധക്കാർ നിസ്കാരം പ്രിയപ്പെട്ടവരെ നിർവഹിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വന്നാണ് ജമാഅത്തായി നിസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. അപ്പോൾ നമുക്കൊക്കെ സമാധാനമായി, ഞാൻ പള്ളിയുടെ അയൽവാസി ഒന്നുമില്ല, കുറേ ദൂരത്താണ് എൻ്റെ വീട് എന്ന്. സമാധാനമായില്ലേ? ഒരിക്കൽ കണ്ണ് കാണാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് കണ്ണ് കാണാനില്ല, മദീനയിൽ ഇഴജന്തുക്കളും വിഷജന്തുക്കളൊക്കെ ഉണ്ട്, ജമാഅത്തിന് വരുന്നതിൽ നിന്ന് എനിക്കൊരളവ് തരുമോ? പ്രയാസമാണോ? എന്നാ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നാവിൻ്റെ ആ നനവ് പറ്റിയിട്ടില്ല. അപ്പോഴേക്കും റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, നിനക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ബാങ്കിന്റെ ശബ്ദം നീ വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ടോ? ഉണ്ട് നബിയെ. എന്നയ്യും ജമാഅത്തിന് വരണം. അയൽവാസി ആരാന്ന് മനസ്സിലായില്ലേ? പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നവർ പുരുഷന്മാർ സാഹചര്യവും സൗകര്യവും സന്ദർഭവും ക്രമീകരിച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ വരണം. അതിൽ അശ്രദ്ധ കാണിച്ചാൽ അവർക്കും അപകടമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിൽ ജമാഅത്ത് നിലനിൽക്കുക എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയാണ്. അതിനുവേണ്ടി നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് പള്ളികൾ ഈ വരുന്ന വഴിയിൽ കണ്ടു. മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ കുറേ ആളുകൾ പള്ളിയിലേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പള്ളിയിൽ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാളിങ്ങനെ തസ്ബീഹ് മാല മറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അസറിൻ്റെ ശേഷം ആരുമില്ല പള്ളിയിൽ. എനിക്ക് അയാളെ കണ്ടപ്പോൾ എന്തോ ഒരു നന്മ തോന്നി. ഞാൻ അയാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. അയാൾ പറയും, ഞാനൊക്കെ ഒരു മോശപ്പെട്ട ആളല്ല സാറേ, നിങ്ങൾ ദ്വാരക്കണം. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്മാർ ദുആ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി തസ്ബീഹ് മാല മറിച്ചു കൊണ്ടിരിക്കുന്നു, ദിക്റിലും ഔറാദിലുമായി. അള്ളാഹു ആ മനുഷ്യന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് പള്ളിയിലേക്ക് പോകുക എന്നുള്ളതിൽ അശ്രദ്ധ കാണിച്ചാൽ അപകടമാണ്. സഹോദരിമാരെ, വീട്ടിൽ നിന്ന് കൃത്യമായി നിസ്കരിക്കുന്നതിൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ പരാജയമാണ്. മറ്റൊരു അശ്രദ്ധക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. നിസ്കാരമൊക്കെ ഉണ്ട്, ജമാഅത്തായിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്ങനെ നിസ്കാരത്തിൻ്റെ ഷർത്ത് ഫർള് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ അങ്ങനെ ചെയ്യണത്, അതുപോലെ ഇങ്ങനെ ചെയ്യാം. പണ്ട് 3 വല്യന്മാർ നിസ്കരിച്ചത് ഓർമ്മ വരിക. അതിൽ ഒരു വല്യന്മാർക്ക് ശരിക്കും നിസ്കരിക്കാറുള്ളൂ, ബാക്കി 2 വല്യന്മാർക്കും ശരിക്കും നിസ്കരിക്കാറില്ല. അവരിങ്ങനെ ഈ വല്യമ്മാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ നിസ്കരിക്കണ വല്യമ്മ പറഞ്ഞു, നമുക്ക് നിസ്കരിച്ചിട്ട് വർത്താനം പറയാമെന്ന്. അതിൽ മറ്റേ 2 വല്യന്മാർ പറഞ്ഞു, പഠിച്ചവരെ ഞങ്ങൾക്ക് നിസ്കരിക്കാനൊന്നും കൃത്യമായിട്ട് അറിയില്ലല്ലോ. അതിൽ ഈ വല്യമ്മ പറഞ്ഞത്രേ, ഒരു പണി ചെയ്യാം, ഞാൻ ഇമാം വെക്കാം, ഞാൻ ചെയ്യണത് പോലെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അങ്ങനെ ഈ വല്യമ്മ മുന്നിൽ ഇമാം നിന്നു, മറ്റു 2 വല്യന്മാർ പുറകിൽ നിന്നു. നിലത്ത് പായ വിരിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ഇമാമ് ചെയ്യണതൊക്കെ ഈ പുറകിലുള്ള മോമിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇമാമ് സുജൂദ് ചെയ്തപ്പോൾ സുജൂദ് ചെയ്ത സ്ഥലം പായയുടെ അടിയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നെറ്റ് ചെന്ന് വെച്ചത്. പെട്ടെന്ന് അവരുടെ ബാലൻസ് തെറ്റി, എന്തൊരു അപകടം പറ്റിയതുപോലെ അവർ വീണു അത്ര. അപ്പോൾ പുറകിലുള്ള 2 വല്യന്മാർ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ വീണു. അള്ളാഹു മുന്നിലുള്ള വല്യമാനെ വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷിച്ചു. മറ്റു 2 വല്യന്മാർ അഭിനയിച്ച് വീഴല്ലേ, പ്രിയപ്പെട്ടവർക്ക് ചെറിയ പരിക്ക് പറ്റി. ഇങ്ങനെ ചില നിസ്കാരക്കാരുണ്ടെന്ന്. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കൂട്ടുന്നവർ. ഇവർക്ക് നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ അശ്രദ്ധ കാണിച്ചവരാണോ, അവർക്ക് നരകാഗ്നിയാണ് എന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ ഫർളുകൾ, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ, നിസ്കാരത്തിന്റെ അബ്ആലുകൾ, നിസ്കാരത്തിന്റെ ക്രമങ്ങൾ, അതൊക്കെ പഠിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈമാനിക വെളിച്ചമിങ്ങനെ നിലനിൽക്കാൻ
നിങ്ങളുടെ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരു വലിയുണ്ടല്ലോ, ആ വലിയിനെ ഇവിടെ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഈ നാട്ടുകാർക്ക് അവസരമുണ്ടാവുകയാണ്. അബൂ വലിയുല്ലാഹി റഹിമഹുല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ ഇലാഹി ചിന്തയിൽ ജീവിതം സ്വാംശീകരിച്ച് ഭൗതിക താല്പര്യങ്ങളൊട്ടുമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിതം ക്രമീകരിച്ചപ്പോ, അള്ളാഹുവിന് വേണ്ടി അവരായപ്പോ അള്ളാഹു അവർക്ക് വേണ്ടി ആവുകയാണ്. അതുകൊണ്ടാണ് ആ മഹാനെ ഇന്നും ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുന്നതാ. അവരുടെ ആണ്ട് നേർച്ച വരുമ്പോ മഹാന്മാരായ നല്ല മനുഷ്യന്മാരെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മലക്കുകൾ പറയുമത്ര നംകനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ മണിയറയിൽ ആദ്യരാത്രിയിൽ എങ്ങനെയാണോ കഴിയുന്നത്, അതുപോലെ നിന്റെ ഖബറിന്റെ ആദ്യരാത്രിയിൽ നീ അന്തി ഉറങ്ങിക്കോ. നംകനൗമത്തിൽ അറൂസ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാ ഖബറിലേക്ക് പ്രവേശിച്ച ദിവസം ആണ്ടറുതി വരുമ്പോ അവരെ ഉറൂസുകൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദിവസം പ്രത്യേകമായി അവരുടെ ഖബറിലേക്ക് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുകയാണ്, ബറക്കത്തുകൾ വർഷിക്കുകയാണ്, റഹ്മത്തുകൾ ചൊരിയപ്പെടുകയാണ്. ആ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവസരം സൃഷ്ടിച്ചാൽ, അവരെ ഖബർ സിയാറത്തിന് അവിടേക്ക് കടന്നു വരുന്നുവെങ്കിലോ, അവരുടെ ചരിത്ര സംഭവങ്ങൾ തലമുറക്ക് പകർന്നു കൊടുത്താൽ അവരിലും ഈമാനിക വെളിച്ചം വർദ്ധിക്കുന്നുവെങ്കിലോ, ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള കാരണമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹുവേ, അബൂ വലിയുല്ലാഹി റഹിമഹുല്ലാഹ് അവിടുത്തെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് കാരണം ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അല്ലാ. ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ മഹാനോടത്ത് ഒരുമിക്കാൻ ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാൻ വർദ്ധിക്കാനുള്ള വഴി ഇടയ്ക്കിടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം, തദ്കിറത്തുണ്ടാകണം. അതിന് പ്രഗത്ഭനായ ഒരു ഖത്തീബ് നിങ്ങളെ മഹല്ലിലുണ്ടല്ലോ, ഹബീബ് ഫൈലി പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. വളരെ അടുക്കും ചിട്ടയോടും കൂടി വാക്കുകൾ പെറുക്കിയെടുത്ത് മനോഹരമായി വലിയ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. നല്ല വിജ്ഞാന സദസ്സുകൾ ക്രമീകരിച്ച് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കും മദ്രസ കഴിഞ്ഞ മുതിർന്നവർക്കും ദീൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക. ഇടയ്ക്കിടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയാൽ ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. അവിടെ അള്ളാഹ് പറഞ്ഞത് അങ്ങനെയാണ്, എപ്പോഴെങ്കിലും ഉപദേശിക്കുന്നില്ല, ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തലിന്റെ ഉപദേശം ഉണ്ടാകണം. അത് മുഅ്മിനീങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അപ്പം മുഅ്മിനീങ്ങൾ അവർ വിജയികൾ തന്നെയായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ വിജയികളായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരത്തിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത ആളുകളാണ്. നിസ്കാരത്തെ ശരിക്കും പ്രിയപ്പെട്ടവരെ ഉൾക്കൊണ്ട് അതിൽ ലയിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ സമുദായാംഗങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലതിട്ട് ജീവിതം നയിക്കണേ. വസല്ലൂ ഖംസകും, നിങ്ങൾ 5 നേരം കൃത്യമായി നിസ്കരിക്കണേ. വസൂമൂ ശഹ്റകും, നിങ്ങളുടെ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. വഅദ്ദൂ സകാത അംവാലികും, നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്തിനെ കൊടുത്തു വിട്ടണേ. വഅതിഉ ഉമറാഅകും, നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ അനുസരിക്കണേ. എന്നാൽ തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങൾ രക്ഷിതാവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഉറപ്പായിട്ടും കഴിയും. ചെയ്യേണ്ടത് തഖ്വ ഉണ്ടാകണം. അതാണ് വിജയികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, തഖ്വ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൃത്യതയുണ്ടാകണം. രണ്ടാമത് പറഞ്ഞു. അതുപോലെ റമളാൻ വരുമ്പോ കൃത്യമായി നോമ്പനുഷ്ഠിക്കണം. സകാത്ത് കൊടുത്തുവിട്ടതിനെ കുറിച്ചും പറഞ്ഞു. നേതൃത്വത്തെ അനുസരിക്കണം, എന്നാ ഉറപ്പായിട്ടും സ്വർഗ്ഗമുണ്ടെന്ന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അവ്വലു മാ യുഹാസബു ബിഹിൽ ലബദ്, നാളെ മശ്ശറാവൻ ഭൂമിയിൽ ഒരു അടിമയെ വിചാരണക്കെടുക്കുമ്പോ ആദ്യമായി അവനോട് ചോദിക്കുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തിൽ വീഴ്ചകളൊന്നുമില്ലാതെ ഗുഡ് സർട്ടിഫിക്കറ്റ് അവനക്ക് കിട്ടിയാൽ പിന്നെ വിചാരണ എളുപ്പമാകും. പിന്നെ അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ളവരാണ് വിജയികളെന്ന് പറഞ്ഞുവെങ്കിൽ അൽ ഫർഖു ബൈനൽ ഈമാനി വൽ കുഫ്രി അസ്സലാ, സത്യവിശ്വാസത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഘടകം അത് നിസ്കാരമാണ്. ഒരാള് മുഅ്മിനാണോ മുഅ്മിനല്ലയോ എന്ന് തീരുമാനിക്കുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാണോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവൻ വിജയികളിൽപ്പെട്ട വിശ്വാസിയാണ്. നിസ്കാരത്തിൽ കൃത്യതയില്ലേ, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയും അലസതയും അങ്ങനെയൊക്കെയാണോ, അവൻ പരാജിതന്റെ പട്ടികയിൽപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണിത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ തിരുദൂതർ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിൽ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് അതിൽ സൂക്ഷ്മത പുലർത്തിയാൽ ഒരുപാട് രീതിയിൽ അള്ളാഹു നിങ്ങൾക്കും മഹത്വം നൽകും, നിങ്ങൾ ആദരിക്കുമല്ല. ഒന്നാമതായി പറയുന്നു, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ ഈമാനോടുകൂടി മരണപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. ഖബറിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നാളെ നിങ്ങളെ വലത് കൈയിൽ കിതാബിനെ നൽകും. അപ്രകാരം തന്നെ മീസാനിൽ, അപ്രകാരം തന്നെ സിറാത്ത് പാലം വേഗതയിൽ വിട്ടുകടക്കാൻ നിങ്ങൾക്ക് കഴിയും. മീസാനിൽ നിങ്ങളുടെ നന്മയുടെ ഭാഗം കനം തൂകും. അങ്ങനെ വരുമ്പോ നിങ്ങളെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. നിങ്ങളാണ് വിജയികൾ. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആദരണീയരെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. നിസ്കാരത്തെ അലസതയോടുകൂടി കാണുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് 15ഓളം ശിക്ഷയുണ്ട് എന്ന്. അതിൽ 6 ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കിട്ടും. 3 മരണസമയത്തായിരിക്കും, 3 ഖബറിൽ വെച്ചായിരിക്കും, 3 മഹ്ശറിൽ വെച്ചായിരിക്കും. ഇപ്പം എത്രണ്ണായി? 6 + 3 9, 9 + 3 12, 12 + 3 15, 15ഓളം ശിക്ഷകൾ. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരത്തിൽ അശ്രദ്ധയുണ്ടോ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവന്റെ ആയുസ്സിലെ ബർക്കത്ത് ഇല്ലാതെയാകും. അഥവാ അവൻക്ക് വിട്ടുമാറാത്ത അസുഖങ്ങൾ വരും, അവന്റെ കുടുംബത്തിൽ ക്ഷീണമുണ്ടാകും. അപ്രകാരം തന്നെ മാനസികമായ ടെൻഷനുകൾ വിട്ടുമാറുകയില്ല. അവന്റെ സന്താനങ്ങളിലൂടെ അവൻക്ക് പരീക്ഷണമുണ്ടാകും. ആയുസ്സിൽ ബറക്കത്ത് എടുത്തുയർത്തപ്പെടും, ഭക്ഷണത്തിൽ ബറക്കത്ത് എടുത്തുയർത്തപ്പെടും. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഡോക്ടർമാരുടെ നിർദ്ദേശം കഴിച്ചു പോകരുതേ, ഇതാണ് ഭക്ഷണത്തിലെ ബറക്കത്തില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്രകാരം തന്നെ അവന്റെ ദുആ സ്വീകരിക്കാതെ പോകും. എത്ര ദുആ ചെയ്താലും അവന്റെ ദുആ സ്വീകരിക്കണമെന്നില്ല. സജ്ജനങ്ങളുടെ ദുആയിൽ അവൻക്കൊരു ഇടവും ഉണ്ടാവുകയില്ല, സജ്ജനങ്ങളുടെ ദുആയിൽ ഒരു ഇടവും ഉണ്ടാവുകയില്ല. അപ്രകാരം തന്നെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ ഈമാനോടുകൂടി മരണപ്പെട്ടു പോകാൻ അവൻക്ക് കഴിയില്ല. അതുപോലെ തന്നെ അവന്റെ മുഖത്ത് നന്മയുടെ ആളുകളുടെ ലക്ഷണം കാണാൻ കഴിയില്ല. ഇങ്ങനെ ഒരുപാട് ശിക്ഷകളെ കുറിച്ച് പറയുകയാണ്. ഗൗരവത്തോടെ ചിന്തിക്കണേ. എത്രയോ ആളുകൾ പലപ്പോഴും വന്ന് പറയും, ഉസ്താദേ വല്ലാത്ത സങ്കടമാണ്, മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്, വീട്ടിൽ കയറിയാൽ സമാധാനമില്ല, ഭാര്യയും ഞാനും തമ്മിൽ സംഘർഷമാണ്. എത്രയോ ആളുകൾ പറയുന്നു. ഇങ്ങനെ പറയുന്നവരോട് നിങ്ങൾ 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ? വീഴ്ച വരുത്തുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ കൃത്യത പുലർത്തിയാൽ നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഇല്ലാതെയാകുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മരണസമയത്തോ കഠിനമായ ദാഹമുള്ളവനായിരിക്കും, കഠിനമായ വിശപ്പുള്ളവനായിരിക്കും. അള്ളാഹുവിൽ നിന്ന് ഒരു കരുണയും അവൻക്ക് ലഭിക്കുകയില്ല. അതിശക്തമായ രീതിയിലായിരിക്കും അവന്റെ റൂഹിനെ കൊണ്ടുപോവുക. അപകടമേറിയ ശിക്ഷകളാണ് അവനെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ അവനെ ഖബറിലേക്ക് ഇറക്കി വച്ചിട്ട് മൂടുകല്ല് വെച്ച് മിൻഹാ ഖലഖനാകുമെന്നൊക്കെ പറഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ട് ആളുകൾ അങ്ങ് പിരിഞ്ഞു പോയാൽ അവന്റെ ഖബറിനെ അള്ളാഹു പരസ്പരം ചേർക്കുമത്രേ. അവന്റെ വാരിയെല്ലുകളെ കോർത്ത് അവനെ വേദനിപ്പിക്കുമത്രേ. നിസ്കാരത്തിൽ കളവ് നടത്തിയവനാണ്, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവനാണ്.
അതുപോലെ തന്നെ അവന്റെ ഖബർ തീ കൊണ്ട് നിറക്കുമത്രേ. അവന്റെ ഖബറിൽ ശുജാഉൻ നഖർ എന്ന് പറയുന്ന ഭീമാകാരമായ സർപ്പം കടന്നു വന്ന് അവനെ കൊത്തിവലിക്കുമത്രേ. ഇത് സാലിഹൻ വരി വന്നിട്ട് എന്തെങ്കിലും വെറുതെ വിളിച്ചു പറയുകയല്ല, കളവ് പറയാത്ത നാവിന്റെ ഉടമയായ അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ സന്ദേശത്തിലൂടെ സംസാരിക്കുന്ന ലോകത്തിന്റെ നായകർ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിജയികൾ ആരാ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവർക്ക് നാളെ മഹ്ശറിലുള്ള ശിക്ഷ, വിചാരണയിൽ ഒരു ദയാദാക്ഷിണ്യവും അവരോടുണ്ടാകൂല. അപ്രകാരം തന്നെ അവർക്ക് നരകാഗ്നിയായിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ നന്മകൾ കുറവും തിന്മകൾ അധികവുമായിരിക്കും. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരായിരിക്കും. 5 നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വരുത്താത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മരണാസന്നമായ സന്ദർഭത്തിൽ പോലും പറഞ്ഞത്, യാ ഉമ്മത്തി അസ്സലാ, എന്റെ സമുദായമേ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞാൻ ആ ഭാഗം പറയുന്നില്ല. അപ്പൊ ആരാണ് വിജയികൾ എന്ന് പറയുന്നതിൽ ഒന്നാമത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി അതിൽ ഭക്തിയോടെ നിലനിർത്തുന്ന ആളുകൾ. 5 വക്ത്. ഇനി രണ്ടാമത് പറയുന്നുണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിളൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അനാവശ്യമായ വാക്കുകളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ. ഒരു മനുഷ്യൻ ചിന്തിക്കും, ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആഖിറത്തിൽ ഗുണമുണ്ടോ? ഗുണല്ലേ, പിന്നെ അതിൽക്ക് അധികം അവൻ ശ്രദ്ധ കൊടുക്കൂല. വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിളൂൻ, അവരാണ് വിജയികൾ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നാവിലൂടെ എത്ര പേരെ നമ്മൾ ഗൈബത്ത് പറയുന്നു, പരാജിതന്റെ ലക്ഷണമാണ്. എത്ര പേരെ നമീമത്ത് പറയുന്നു, വലിയ പരാജിതനാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകൾ. മുഅ്മിനാണോ? റസൂലുള്ളാഹി പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മുഅ്മിനീങ്ങളാണ് വിജയികൾ എന്ന് പറഞ്ഞുവെങ്കിൽ ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ പറയുകയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ, ഫൽയകുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ, ഔ ലിയസ്മുത്, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതേ പറയൂ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കും. എൻ്റെ മാട്ടുമലയിലെ ഉമ്മമാരെ, നിങ്ങളെപ്പോലെയുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. താരീഖുൽ അറബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ ഉമ്മയുടെ ചരിത്രം പറയുന്നുണ്ട്. നമുക്കേറെ പ്രചോദനം. ആ ഉമ്മ നാവിലൂടെ ഖുർആനില്ലാതെ മറ്റൊന്നും സംസാരിക്കൂല. അത്ഭുതമാണ് ആ ഉമ്മ. ആ ഉമ്മയുടെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഉമ്മ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. തൻ്റെ മക്കളോടൊപ്പം കാഫില സംഘത്തിലായി ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ യാത്രാ സംഘം ക്ഷീണാധിക്യം കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇറങ്ങിയിട്ട് വിശ്രമിച്ചു. വിശ്രമം അങ്ങനെ നീണ്ടുപോയി. ക്ഷീണം കൊണ്ട് എല്ലാവരും ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് പെട്ടെന്നൊരാൾ ആദ്യം എണീറ്റു. അയാൾ എല്ലാവരും വിളിച്ചു. അവരെ യാത്ര ധൃതിപ്പെട്ടുകൊണ്ട് അവർ തുടർന്നു. അതിൽ ഈ ഉമ്മയെ കൊണ്ടുപോകാൻ അവർ മറന്നുപോയി. ഉമ്മ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ആരും കാണാനില്ല. ചുറ്റും അവിടെ തന്നെ മൂടുപടമിട്ട് അവിടെ ഇരുന്നു. ഒരു ദിവസം കഴിഞ്ഞു, ഒരു മനുഷ്യക്കുട്ടിനെ കാണാനില്ല. ആരും ഇല്ലാത്ത സ്ഥലമാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞു, ഒരാളെയും കാണാനില്ല. 3ാമത്തെ ദിവസം അതാ ഒട്ടകപ്പുറത്തിനാളിങ്ങനെ വരികയാണ്. സന്തോഷമായി, ഒരു മനുഷ്യനെങ്കിലും കണ്ടല്ല. മൂടുപടമിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അങ്ങനെ അവിടെ ഇരുന്നു. ആ മനുഷ്യൻ വന്നു. ഇതൊരു മുസ്ലിം സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. അപ്പൊ ഈ സഹോദരി ഈ മൂടുപടത്തിന്റെ അകത്തു നിന്ന് സലാം അടക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, രക്ഷിതാവിൽ നിന്നുള്ള രക്ഷാവചനം. സൂറത്ത് യാസീനിന്റെ ആയത്തോതിയിട്ടാണ് സലാം അടക്കുന്നത്. അത്ഭുതല്ലേ? ഇയാൾക്ക് തന്നെ അത്ഭുതമായി. അയാൾ ചോദിച്ചു, എന്താ നിങ്ങളെ അവസ്ഥ, എങ്ങനെ ഇവിടെ എത്തി? നമ്മളാണ് എന്ത് പറയും, ഞാനിങ്ങനെ കോയമ്പത്തൂർക്ക് പോകുമ്പോൾ അതിനിടയിൽ ഒന്ന് വഴി തെറ്റി വന്നതാണെന്ന് പറയില്ലേ നമ്മളെ ഭാഷയിൽ.
ആ സഹോദരി ഖുർആൻ ഓതിയിട്ട് പറയുകയാണ്, വസദ്ദു അനിസ് സബീൽ ഫമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. വഴിതെറ്റിയവർക്ക് വഴി കാണിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? വഴിതെറ്റി ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വന്നതാണ്. ഖുർആൻ ഓതിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് അത്ഭുതം. ഇയാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഞാൻ ചോദിക്കണതിനൊക്കെ ഖുർആൻ മറുപടി പറഞ്ഞത്? അപ്പോഴും ആ സഹോദരി അതിൻ്റെ ഇഷ്ടം നിങ്ങൾ പണി നോക്കിക്കൊള്ളുന്നല്ല പറഞ്ഞത്. ഖുർആൻ ഓതിട്ട് പറയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഉച്ചരിക്കുന്ന ഓരോ വാക്കും റഖീബും അതീദും രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണെങ്കിൽ 10 ഇരട്ടി നന്മകൾ രേഖപ്പെടുത്തുമല്ലോ. ആ ഉമ്മയുടെ സംഭവം എന്ന് പറയുന്നത് സംസാരിക്കാനുണ്ടെങ്കിൽ ഖുർആൻ മാത്രം ഓതും, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അതാണ് നാവിന് സൂക്ഷിക്കുക. വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. രക്ഷപ്പെടണം, വിജയിയാകണമെന്ന് ആഗ്രഹിച്ച്. നമുക്ക് അങ്ങനെയൊന്നും കഴിയില്ലെങ്കിലും അല്പെങ്കിലൊക്കെ ഖുർആൻ ഓതുന്ന ആളുകളായിക്കൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അമ്മയോട് ചോദിച്ചു, എന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരാം. അപ്പോഴാ ഉമ്മ ഓതാണ്, വതസവ്വദൂ, യാത്രക്കൊരുങ്ങാം. യാത്ര ഒരുക്കു സാധനങ്ങളിൽ ഏറ്റവും ഖൈറായത് അത്തഖ്വാ, തഖ്വയാണല്ലോ. അല്ലാഹുവിൽ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ യാത്രക്കൊരുങ്ങാം. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു അറിയോ? നീ ഒട്ടകപ്പുറത്ത് നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരി ഓതി, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. സത്യവിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഹറാമുകൾ കാണേണ്ടി വരുമ്പോൾ കണ്ണടക്കണമെന്ന്. ഞാൻ ഈ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ എൻ്റെ ഔറത്ത് കണ്ടാലോ, നിങ്ങൾ കണ്ണടക്കണം കേട്ടോ. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറണം. ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ അവരങ്ങ് വീണുപോയത്ര. കാരണം അന്നുള്ള സഹോദരിമാർക്കൊന്നും ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അത്ര പരിചയമില്ലായിരുന്നു. ഇന്ന് പറഞ്ഞ നേരെ വിപരീതമായിരിക്കും. ഒരു പക്ഷെ പുരുഷന്മാരെക്കാൾ കയറാൻ പരിചയമായിരിക്കും ഒരു പക്ഷെ സഹോദരിമാർക്കായിരിക്കും എന്ന് തോന്നുന്നു. എന്നോട് ദേഷ്യപ്പെടണ്ട കേട്ടോ, ഞാനൊരു സങ്കല്പം പറഞ്ഞതാണ്. ആ സഹോദരി വീണു. ഇയാൾക്കാകെ പേടിയായപ്പോ വീണ്ടും ആ സഹോദരി ഓതി, വമാ അസാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദിന്നാസ്. നിങ്ങൾക്ക് എത്തുന്ന ഏതൊരു വിപത്തും നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാതെ വരുമ്പോഴാണ്. എന്നിട്ട് പിന്നെ അങ്ങോതി, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് ഓതാൻ മറന്നുപോയതാണ്, ഞാൻ വീഴാൻ കാരണമെന്ന് പറഞ്ഞ് അത് ഓതിയിട്ട് ഒട്ടകപ്പുറത്ത് കയറുകയാണ്. ഈ സഹോദരൻ പുറകിൽ നിന്ന് ഒട്ടകത്തെ തുളിക്കുകയാണ്. അതിവേഗതയിൽ ഒട്ടകത്തെ നയിക്കാൻ തുടങ്ങിയപ്പോ ആ സഹോദരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സഹോദരി ഓതുകയാണ്, വഖ്സുദ് ഫീ മശീഖ് വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നടത്തത്തിൽ മിതത്വം പാലിക്കണം, അതുപോലെ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഏറ്റവും ചീത്ത ശബ്ദം കഴുതയുടേതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിവേഗതയിൽ കടന്നു പോകുന്നത് ഇഷ്ടപ്പെടാത്ത ആ സഹോദരി ഖുർആനിൽ പറഞ്ഞു, വഖ്സുദ് ഫീ മശീഖ്, നടത്തം അല്പം മിതത്വത്തിൽ മതി. നോക്കൂ, എന്തൊരു അത്ഭുതമല്ലേ. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇയാളിങ്ങനെ ചോദിച്ചു, നിങ്ങളെ തറവാട് ഏതാ? അഡ്രസ്സ് ശേഖരിക്കണമല്ലോ, എവിടെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ തറവാട് ഏതാ? അപ്പോഴും ആ സഹോദരി ഖുർആൻ ഓതാണ്. പ്രിയങ്കരനായ ഇസ്മായിൽ ദാരിമി നമ്മളെ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു ആഫിയത്തും സിഹത്തും സലാമത്തൊക്കെ നൽകട്ടെ. ഈ പ്രദേശത്ത് വരുമ്പോൾ വലിയൊരു സൗഭാഗ്യമാണ് മൂപ്പരങ്ങനെ കാണുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഓതാണ്. തറവാട് ചോദിച്ചപ്പോൾ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ നഫ്സിൻ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ഒക്കെ ആക്കിയത് എന്തിനെന്നറിയുമോ? ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. തറവാടിന്റെ മഹത്വം അല്ലാഹ് നോക്കണില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവർക്കല്ലേ സ്ഥാനമുള്ളത്, തറവാടൊന്നും ചോദിക്കണ്ട. അപ്പൊ പിന്നെ ചോദിച്ചു, എന്നാ ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു മനസ്സിലാക്കേണ്ട വഴി വേണ്ടേ? ഭർത്താവിന്റെ പേര് ചോദിച്ചപ്പോൾ അവരാണ് കരഞ്ഞു. അത്ര
കരഞ്ഞിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാ ഇൻ തുബ്ദ ലക്കും തസുഉകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നാൽ വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നുവത്രേ. ആ സഹോദരി പറയുകയാണ്, വേദനിക്കുന്ന വാർത്തകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സഹോദരൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചോദിച്ചതല്ലേ, ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും ആ സഹോദരി ഓതുകയാണ്, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. ഈ ദിവസം പ്രതികാരത്തിന്റെ ദിവസമല്ലല്ലോ, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. പിന്നെ ഈ സഹോദരൻ ചോദിച്ചു, എന്നാൽ മക്കളുണ്ടോ, പറഞ്ഞു തരുമോ? ആ ഉമ്മ ഓതി, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും സന്താനങ്ങളും ഭൗതിക സുഖാഡംബരങ്ങളാണല്ലോ. മക്കളുണ്ട് എന്ന ധ്വനിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ മക്കളെ പേരൊന്ന് പറഞ്ഞു തരുമോ? ആ ഉമ്മ ഓതുന്നു, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. അല്ലാഹു ഇബ്രാഹിം നബിയെ ആത്മമിത്രമാക്കി. എൻ്റെ മോന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇനി മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ വീണ്ടും ഓതുകയാണ്, കല്ലമല്ലാഹു മൂസാ തക്ലീമാ. രണ്ടാമത്തെ മോന് മൂസയാണ്. ഇനി മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ഓതുകയാണ്, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. മൂന്നാമത്തെ മോന് യഹ്യയാണ്. ഇനി മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ഒന്നുമേ മറുപടി പറയുന്നില്ല. പറയാറുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്തിനാ ഇങ്ങനെ നിങ്ങൾ ഖുർആൻ ഓതുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിളൂൻ. വാക്കുകളിൽ ലഗ്വുകൾ കടന്നു വരാതിരിക്കാൻ, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് വരാതിരിക്കാൻ, അധർമ്മത്തിന്റെ വാക്കുകൾ വരാതിരിക്കാൻ. വിജയികളുടെ സ്വഭാവം എന്ന് പറയുന്നതാ അവർ ഇങ്ങനെയുള്ള അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അങ്ങനെ ആ യാത്രാ സംഘത്തെ എത്തിച്ചുകൊണ്ട് അതിവേഗതയിൽ ഈ സഹോദരൻ ചെന്നിട്ടാ അവരോട് ചോദിക്കുന്നു, നിങ്ങളിൽ ഇബ്രാഹിമും മൂസയും യഹ്യയും ഉണ്ടോ? ആ മൂന്ന് മക്കളും ഇറങ്ങി വന്നോ? ആ മക്കൾ ഇറങ്ങി വന്നപ്പോ ഈ സഹോദരൻ പറയുന്നു, നിങ്ങളുടെ ഉമ്മ ഇതാ. ഉമ്മ മക്കളെ കണ്ടപ്പോ അവരുടെ സാധാരണ ഭാഷയിലല്ല സംസാരിക്കുന്നതാ. മക്കളോട് പറയുന്നു, ഫബഅസൂ അഹദകും ബിവരികികും ഹാദിഹി ഇലൽ മദീന. ഈ വെള്ളി നാണയങ്ങളുമായി അങ്ങാടിയിൽ ചെന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി ഈ മനുഷ്യനെ നിങ്ങൾ സൽക്കരിക്കണേ. അത്രയും വലിയ സൗഭാഗ്യത്തിന്റെ വഴിയാ ഈ മനുഷ്യൻ എനിക്ക് തുറന്നു തന്നതാ. മക്കളിൽ ഒരാൾ അങ്ങാടിയിൽ പോയ സന്ദർഭത്തിലാ മക്കളോട്, മറ്റു മക്കളോട് ഈ സഹോദരൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഉമ്മയുടെ അവസ്ഥ എന്താ? ആ മക്കൾ പറയുന്നു, 40 വർഷമായി ആ ഉമ്മയുടെ നാവിൽ നിന്ന് ഖുർആൻ അല്ലാതെ കടന്നു വന്നിട്ടില്ല. എന്താ നിങ്ങളെ ഉമ്മ ഇങ്ങനെയാകാൻ? ഉമ്മ എപ്പോൾ ചോദിക്കുമ്പോഴും ഞങ്ങളോട് പറയുന്നതാ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ. ഉച്ചരിക്കുന്ന ഓരോ വാക്കും റഖീബും അതീദും രേഖപ്പെടുത്തുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ ഉച്ചരിക്കുന്നത് അത് 10 ഇരട്ടി നന്മകൾ രേഖപ്പെടുത്തുന്നതാകണം. അതാണ് വിജയികളായ വിശ്വാസികളുടെ സ്വഭാവം. എൻ്റെ മാട്ടുമലയിലെ നല്ലവരിൽ നല്ലവരെ, ഇന്ന് നേരം പുലർന്നിട്ട് ഈ സമയമാകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നാവിലൂടെ എത്രമാത്രം ഹറാമുകൾ കടന്നു വന്നിട്ടുണ്ട്, എത്രമാത്രം അല്ലാഹു ഇഷ്ടപ്പെടാത്തത് കടന്നു വന്നിട്ടുണ്ട്. ലഗ്വെന്ന് പറഞ്ഞാൽ നാവിലൂടെ വരുന്നത് മാത്രമല്ലല്ലോ, നമ്മുടെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ എത്രമാത്രം ലഗ്വുകളിലൂടെ സഞ്ചരിച്ചു. വ്യാജ വർത്തമാനങ്ങളിലൂടെ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്നു. ആളുകൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ, ആളുകളെ തമ്മിലടിപ്പിക്കാൻ, തമ്മിലകറ്റാൻ വേണ്ടിയുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈമാനിന്റെ കുറവ് കൊണ്ടാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കേൾക്കണോ, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിളൂൻ. ഇങ്ങനെയുള്ള ലഗ്വുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 4 വലിയ തെറ്റുകൾ ചെയ്യാറുണ്ട്. 4ഉം ഒരുമിച്ച് ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഒന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാം. റസൂല ചോദിച്ചു, എന്താ ചെയ്യൽ? ഞാൻ കളവ് പറയലുണ്ട്, ഞാൻ മദ്യപിക്കലുണ്ട്, ഞാൻ മോഷ്ടിക്കലുണ്ട്, ഞാൻ വ്യഭിചരിക്കലുണ്ട്. റസൂല പറഞ്ഞു, എൻ്റെ നാവിനെ സൂക്ഷിച്ചാൽ മതി. അയാൾക്ക് വലിയ സന്തോഷമായി. കള്ളുടിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ, കളവ് പറയാതിരിക്കുക. ഓക്കെ, ഞാനത് ചെയ്തോളാം. ആ മനുഷ്യൻ സന്തോഷത്തോടെ മടങ്ങി. അടുത്ത ദിവസമായി, മദ്യപാനത്തിന്റെ സമയമായി, ശരീരം വിറകൊള്ളാൻ തുടങ്ങി.
മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. മദ്യം കഴിക്കാൻ ഇറങ്ങി പുറപ്പെടുകയായി. ഒറ്റക്കിങ്ങനെ നടക്കുമ്പോ ചിന്താമണ്ഡലങ്ങൾ വിറകൊള്ളുകയാണ്. ആരോ വന്ന് ചോദിക്കുന്നത് പോലെ, സഹോദരാ, ഇന്ന് നീ മദ്യപിച്ചിട്ടോ? നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ചെല്ലുമ്പോ ചോദിക്കും, നീ മദ്യപിച്ചടാ? മദ്യപിച്ചു എന്ന് നീ സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് കോപിക്കുന്നതാണ്. അതിലൂടെ അല്ലാഹുവിന്റെ കോപം നിന്നിലേക്ക് പെയ്തിറങ്ങുന്നതാണ്. നിന്റെ ഇരുലോകവും നഷ്ടത്തിൽ, പരാജയത്തിൽ, നാളെ നരകത്തിൽ കിടന്നു മറിയേണ്ട അവസ്ഥയാകും. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് നാളെ മുത്തുനബിയുടെ അരികിൽ ചെന്ന് കളവ് പറയും ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന്. അപ്പോഴാ നാവിൽ വന്ന് പിടിക്കുന്നത് കളവ് പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുവല്ലോ. ഇനി എന്ത് ചെയ്യും? ആ മനുഷ്യൻ ആശയക്കുഴപ്പത്തിലായി. ആ മനുഷ്യൻ അവസാനം എത്തിപ്പെട്ടതോ, നാളെ മുത്തുനബിയുടെ ഹദ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ നടക്കുകയാ. ഇതുപോലെ വ്യഭിചാരത്തിന്റെ സമയമായി, മോഷണത്തിന്റെ സമയമായി ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ചിന്താമണ്ഡലങ്ങൾ വിറകൊള്ളുന്നു. ആരോ വന്ന് ചോദിക്കുന്നത് പോലെ, ഈ തിന്മകൾ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് ചോദിക്കും, നീ എന്ത് പറയും? കളവ് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു വേദന കൊണ്ട് ആ മനുഷ്യൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഹദ്റത്തിൽ അടുത്ത ദിവസം ഈ സഹോദരൻ ചെല്ലുമ്പോ മുത്തുനബി ചോദിക്കുന്നു, നീ ഇന്നലെ മദ്യപിച്ചടാ, വ്യഭിചരിച്ചടാ, മോഷ്ടിച്ചടാ, കളവ് പറഞ്ഞടാ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ സന്തോഷത്തോടെ പറയുന്നു, ഇല്ല നബിയേ, ഇല്ല നബിയേ, ചെയ്തിട്ടില്ല, എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് കളവ് പറയരുത്, നാവിനെ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞുള്ളൂ. ആ സഹോദരൻ പറയുന്നു, നബിയേ, കാര്യം അങ്ങനെ തന്നെയാ. ഞാൻ മദ്യപിക്കാനും മോഷ്ടിക്കാനും വ്യഭിചരിക്കുവാനും ഇറങ്ങി പുറപ്പെട്ടപ്പോ എന്നോട് ആരോ വന്ന് ചോദിക്കുന്നത് പോലെ, ഇന്ന് ഈ തെറ്റുകൾ ചെയ്തിട്ടാ നാളെ ഈ സവിധത്തിൽ വന്ന് എവിടെ നിന്നോട് ചോദിക്കുമ്പോ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനോട് കോപിക്കില്ലേ? അതിലൂടെ എന്റെ ആഖിറം നഷ്ടപ്പെടില്ലേ? ഞാൻ കളവ് പറയാമെന്ന് തീരുമാനിച്ചപ്പോഴാ കളവ് പറയരുതെന്നുള്ള ആ പ്രതിജ്ഞ എന്നെ വല്ലാത്ത പ്രയാസത്തിലാക്കിയതാ. അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാനെങ്കിലും ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചതാ. അല്ലാഹുവിന്റെ റസൂൽ നൂറുകണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ്, കണ്ടോ സഹാബാ, ഈ മനുഷ്യൻ നാവിനെ സൂക്ഷിച്ചത് കാരണം ജീവിതത്തിലെ സർവ്വ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിലോ നിങ്ങളെ നാവുണ്ടല്ലോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാ, അപ്രകാരം തന്നെ നരകത്തിലേക്ക് നയിക്കുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കണോ? അവിടുന്ന് പറയുന്നു, ആരെങ്കിലും രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള ഒരു അവയവം, അതുപോലെ രണ്ട് കാൽ തുടയുടെ ഇടയിലുള്ള ഒരു അവയവം നന്മയിലെ ഉപയോഗപ്പെടുത്തു എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ സ്വർഗത്തിൽ അവന്റെ ജാമ്യക്കാരനാകും, ഇവനെ സ്വർഗത്തിൽ കടത്ത് എന്ന് ഞാൻ പറയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അതാണ് വിജയികൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആവശ്യമില്ലാത്തിലൊന്നും ഇടപെടാതിരിക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. ഒരു നല്ല മുസ്ലിമിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് അവൻക്ക് ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടൂല. ഇതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെയും പറയുന്നു, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്തിനെ കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്. 5 നേരത്തെ നിസ്കാരം പോലെ തന്നെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തന്നെ ഗൗരവത്തോടെ പറയുന്നു. സാമ്പത്തിക ശേഷിയുണ്ടോ, സകാത്ത് കൊടുക്കാൻ അർഹനാണോ, അത് പാവങ്ങളിലേക്ക് കൊടുത്തു വീട്ട് തന്നെ വേണം.
ബഹുമാനികളെ, സാമ്പത്തിക വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഈ മജ്ലിസിൽ ഒരു ബക്കറ്റ് ബീവിനെ കുറിച്ചാണ് ഞങ്ങൾ ഉസ്താദ് വന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോൾ നല്ല ഒരു സംഖ്യ, മനസ്സ് നിറയുന്നത്, അതും ഒരു നിസ്സാരമായി കാണരുത്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളും നിസ്സാരമായി തള്ളും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒരു 3 സ്വലാത്തൊന്ന് ആത്മാർത്ഥമായിട്ട് ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ ബക്കറ്റ് മുന്നിലൂടെ വരുമ്പോൾ എല്ലാവരും നല്ല സദക്കകൾ അതിൽ നിക്ഷേപിക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഔദാര്യമായി നമുക്ക് സമ്പത്ത് തന്നത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുത്താനും നാം സാമൂഹ്യമായി ചുറ്റുപാടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെക്കൊണ്ട് നടക്കേണ്ട, സമൂഹത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കണം. ഇവിടെ മുജീബ് സാഹിബ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു 250 സ്ക്വയർ ഫീറ്റുള്ള 3 റൂം ഇവിടെ നിർമ്മിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ സഹകരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്. വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് കഴിയുന്നത് അതിലേക്കൊന്ന് മാറ്റിവെച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹു ഒരിക്കലും കാലിടറി വീഴാതെ നമ്മെ സംരക്ഷിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന വിപത്തുകളെ തടയാൻ സദഖ കാരണമാകുന്ന. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തൊരു പ്രസംഗത്തിന് ചെന്നപ്പോൾ ഇതുപോലെ അവിടുത്തെ ചില വിഷയങ്ങൾക്ക് സാമ്പത്തിക ശേഖരണത്തിൻ്റെ വഴിക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ചപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അയാളെ നോട്ട് ചെയ്തു. പ്രസംഗം കഴിഞ്ഞിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ എത്ര ആവേശത്തിൽ പറയാൻ? ഉസ്താദേ, എനിക്കിതിൻ്റെ മഹത്വം ശരിക്കും അറിയാം. ഞാൻ ഒരു ദിവസം, ഞാനൊരു കച്ചവടക്കാരന്, കട തുറക്കാൻ വേണ്ടി രാവിലെ 8:30 മണിക്ക് കട തുറക്കുമ്പോൾ ആ കടയുടെ ഏകദേശം അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ ഇവിടെ അഡ്മിറ്റാണ്, ചികിത്സിക്കാൻ ഒരുപാട് പൈസ ആവശ്യമുണ്ട്, ഇത്ര പൈസ ഇനി അടച്ചെങ്കിലേ തുടർ ചികിത്സ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തന്നെ സഹായിക്കും. കട തുറക്കുമ്പോഴാണ് പറഞ്ഞത്. ദേഷ്യം വരൂലേ? പക്ഷെ ആ മനുഷ്യൻ മേശവലിപ്പ് തുറന്നിട്ട് അതിലുള്ളതൊക്കെ എടുത്തു കൊടുത്തു. നിറഞ്ഞ മനസ്സ്. അന്ന് ഒരു 12 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് വീട്ടിൽ വരണം, മോന് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഒരനക്കൂല്ല എന്ന്. ആ മനുഷ്യൻ കടയുടെ ഷട്ടർ പോലും അടക്കാതെ അവിടെ ചെല്ലുകയാണ്. ആ കുഞ്ഞിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ വലിയ പരിശോധനയൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പം കാണില്ല, വല്ലാത്തൊരു കാവലാണ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തന്നത് എന്ന്. ആ മനുഷ്യൻ പറയാണ്, കാലത്ത് ഞാൻ ഈ നൽകിയ സ്വതക്ക അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്വദഖത്തു റദ്ദുൽ ബലായ, സർവ്വ വിപത്തുകളെയും തടയാൻ അത് കാരണമാകും. അത് മനസ്സിലാക്കിയവർക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. ഓരോ ദിവസവും 2 മലക്കുകൾ വന്നിട്ട് ദുആ ചെയ്യുമെന്ന്. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവന്റെ സമ്പത്ത് നീ പകരമാക്കി കൊടുക്കണേ. അപ്പോൾ അടുത്ത മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ അവസരം മുന്നിൽ വന്നിട്ടും പിശുക്കനായി മാറി നിന്നവന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കണേ എന്ന് അടുത്ത മലക്ക് ദുആ ചെയ്യുമത്രേ. അത് രോഗങ്ങളായിട്ടായിരിക്കും സമ്പത്തിന്റെ നാശം, അപകടങ്ങളായിട്ടായിരിക്കും സമ്പത്തിന്റെ നാശം. അല്ലാഹുവേ കാത്തു രക്ഷിക്കണമേ റഹ്മാനേ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ നാട്ടിൽ നമ്മുടെ പൂർവികരാണ് ഈ മദ്രസയും അതുപോലെ തന്നെ പള്ളിയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن يا راج سيدا يا ملك الجبار يا ലോകരക്ഷിതാവായ അല്ലാഹ്, ഞങ്ങളിതാ നിന്റെ
ഇഷ്ടപ്പെടുന്ന ഒരു മഹാന്റെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസ് നൂറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അല്ലാഹുവേ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിച്ച് യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടണമെന്ന് കൊതിച്ചുകൊണ്ട് ഞങ്ങൾ ദീർഘനേരമായി ഈ സദസ്സിലിരിക്കുകയാണ്. സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഓതിയതും ചൊല്ലിയ സ്വലാത്തുകളും ഇവിടെ നൽകിയ സ്വദഖകളും എല്ലാം നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ മനസ്സിന്റെ കാതലായ ചങ്കിലച്ചോരയായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തൊളി മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗദയിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. അവയുടെ മഹത്വങ്ങളെ കൊണ്ട് ഞങ്ങളെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സ് ഇന്നിവിടെ നടന്നതുകൊണ്ട് ഈ മാട്ടുമലയിൽ ഇതിന്റെ ഖൈറിനെ നിലനിർത്തണമേ റബ്ബേ. ഈ മഹല്ലിൽ ഐക്യവും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അല്ലാ. ആഖിബത്ത് നന്നാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണമേ റഹ്മാനെ. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹസദിൽ നിന്ന്, കിബറിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളെ തലമുറയിലെ മുഴുവൻ ആളുകളെയും കാക്കണമേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുമ്പോ നിന്നിലേക്ക് കരമുയർത്തുമ്പോ ഞങ്ങളെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ ഞങ്ങളെ കൺമുന്നിൽ വരുന്നു അല്ലാ. അവർക്കൊക്കെ സ്വർഗം നൽകണമേ അല്ലാ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ താഴത്തിലായി നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റബ്ബേ. അവരെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഖിദ്മത്തെടുത്തിട്ട് അവരെ പൊരുത്തം നേടുന്ന വിജയികളാക്കണമേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. കൺകുളിർമയുടെ മക്കളാക്കണമേ റഹ്മാനെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണമേ അല്ലാ. നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, പഠന താല്പര്യമുള്ള, പരീക്ഷകളിൽ വിജയമുള്ള, അല്ലാ നിന്റെ പൊരുത്തമുള്ള, കാവലുള്ള, സംരക്ഷണമുള്ള മക്കളാക്കണമേ റബ്ബേ. മക്കൾക്ക് SSLCയും +2യും ഡിഗ്രിയും മറ്റുമൊക്കെയായി മദ്രസയിലെ പൊതുപരീക്ഷകളായി പരീക്ഷക്കാലം വരികയാണ്. നീ ഉന്നതമായ വിജയം നൽകണമേ അല്ലാ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളെ നൽകണമേ റബ്ബേ. ഗർഭിണികളുണ്ട്, റാഹത്തിന്റെ പ്രസവം നൽകണമേ അല്ലാ. വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, റാഹത്തിലും സന്തോഷത്തിലും വേഗതയിലും ശരിപ്പെടുത്തി റാഹത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ദുആകളിലും ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അവര് പാവങ്ങളാണ്, അവരെ ഖിദ്മാത്തുകളെ സ്വീകരിക്കണമേ അല്ലാ. അവരെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണമേ റബ്ബേ. അല്ലാ, പരിശുദ്ധ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ജീവിതത്തിന്റെ നസീബാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കടങ്ങൾ വീട്ടാൻ അത്ഭുത വഴികൾ നൽകണമേ റബ്ബേ. ഞങ്ങളെ ഒരാളെയും കടക്കാരാക്കി മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് നൽകണമേ അല്ലാ. വീട് പണി തുടങ്ങിയവർക്ക് വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ഔദാര്യമായി തന്ന വീടുകൾ നിന്റെ പൊരുത്തമുള്ള വീടാക്കണമേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും ഇടപാടുകളിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇൽമിലും ഇബാദത്തിലും എല്ലാം ബറക്കത്ത് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് രക്ഷയും കാവലും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, തമ്പുരാനെ, ഞങ്ങളിൽ നിന്നൊരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പള്ളി ഖബർസ്ഥാനിലുള്ളവർ, ഇവിടെ ദുആ കൊണ്ടേൽപ്പിച്ചവർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകണമേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക്, രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ റഹ്മാനെ. ശാരീരികമായ, മാനസികമായ
മാനസികമായ പൈശാചികമായ സിഹ്രിയായ ഐനിയായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹുവേ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയുള്ളവർ, അല്ലാഹുവേ ഹാർട്ടിന്റെ വാൾവിന്റെ കിഡ്നിയുടെ ലിവറിന്റെ അസുഖമുള്ളവർ, ഷുഗറിന്റെ കൊളസ്ട്രോളിന്റെ ബ്ലഡ് പ്രഷറിന്റെ പ്രയാസമുള്ളവർ, അല്ലാഹുവേ വെരിക്കോസിന്റെ വേദനയുള്ളവർ, സോറിയാസിന്റെ പ്രശ്നമുള്ളവർ, ഗർഭപാത്രത്തിൽ അസുഖമുള്ളവർ, മൂത്രസംബന്ധമായ അസുഖമുള്ളവർ, അൾസറിന്റെ ട്യൂമറിന്റെ പ്രശ്നമുള്ളവർ, ക്യാൻസർ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവർ, എല്ലാവർക്കും ശിഫ നൽകണമേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ശരീരത്തിന് ആഫിയത്തും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റഹ്മാനെ. മാരകവും ഭീകരവുമായ അസുഖങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാക്കണമേ റബ്ബേ. ഞങ്ങളെപ്പോൾ എവിടെ വെച്ച് മരിക്കുന്നുവെങ്കിലും തൗബ ചെയ്ത് കലിമ ചൊല്ലി വുളൂഓടെ മുത്ത് നബിയെ കണ്ട് അല്ലാഹ് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ നല്ല ഓർമ്മകൾ നിലനിർത്തണമേ റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിം ലോകത്തിന്, മുസ്ലിം ഇന്ത്യക്ക്, മുസ്ലിം കേരളത്തിന് ഇസ്സത്ത് നൽകണമേ അല്ലാ. കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യവും ഐശ്വര്യവും നിലനിർത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നായകത്വം നൽകുന്ന ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, അവർക്ക് നീ ഇസ്സത്തും ഹിമ്മത്തും നൽകണമേ റഹ്മാനെ. ശൈഥില്യങ്ങളോ ഛിദ്രതകളോ നൽകി അല്ലാഹുവേ ഈ സമുദായത്തെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ നല്ല ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന് വേണ്ടി കരിങ്കൽ കട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ നൽകാൻ മുന്നോട്ട് വന്നവരുണ്ട്. അതുപോലെ തന്നെ ഹോളോ ബ്രിക്സ് നൽകാൻ മുന്നോട്ട് വന്നവരുണ്ട്. സിമന്റ് നൽകാൻ മുമ്പോട്ട് വന്നവരുണ്ട്. അല്ലാഹുവേ അവരെയൊക്കെ നീ ഏറ്റെടുക്കണമേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലാ. പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റബ്ബേ. ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന, ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന ഹബീബ് ഫൈസി ഉസ്താദിന്റെ ഇൽമിൽ ബറക്കത്ത് നൽകണമേ അല്ലാ. ദഅവാ പ്രവർത്തനങ്ങളിൽ ഖബൂലിയത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഇസ്മായിൽ ദാരിമി ഉസ്താദ് നീ ഖൈറും ബറക്കത്തും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ സദസ്സിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണമേ റഹ്മാനെ. അല്ലാ ഈ മാട്ടുമലയിലേക്ക് നേരത്തെ വന്നപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ച് എൻ്റെ ദർസിൽ പഠിച്ച നിങ്ങളുടെ നാട്ടുകാരൻ പ്രിയങ്കരനായ അഷ്റഫ്, അല്ലാഹുവേ മനസ്സ് നിറയുന്ന രീതിയിലുള്ള സന്തോഷവും സ്നേഹവും പകർന്നു തന്നവരാണ്. നീ അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ അവരുടെ മരണപ്പെട്ട പിതാവിന് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. മാതാവിന് ആഫിയത്ത് നൽകണമേ റബ്ബേ. ഈ ദുആഇന്റെ പുണ്യം അവരുടെ ഭാര്യ, അവരുടെ കൊച്ചുമോൾ, അവർക്കൊക്കെ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ അതുപോലെ തന്നെ ഇവിടെ ലൈവ് ചെയ്യാൻ വന്നതും പ്രിയങ്കരനായ നവാസാണ്, ദർസിൽ കൂടെയുണ്ടായിരുന്നവരാണ്. അല്ലാഹുവേ അവരുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണമേ അല്ലാ. ഭാര്യ ഗർഭിണിയാണ്, കൺകുളിർമയുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന നല്ല സന്താനത്തെ നൽകണമേ റഹ്മാനെ. പ്രസവമൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. അവർക്ക് നീ നല്ല വീടൊരുക്കി കൊടുക്കണമേ റഹ്മാനെ. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹവും കടപ്പാടുമുള്ളവർ ഈ സദസ്സിലുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ അല്ലാ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ഈ മാട്ടുമലയിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. പ്രിയങ്കരനായ അബ്ബാസ് കെയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകി, റാഹത്ത് നൽകി, സന്തോഷം നൽകണമേ റബ്ബേ. ഇവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ ഈ ദുആഇന്റെ പുണ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ദുആഇന് ഉത്തരം നൽകണമേ അല്ലാ. ഞങ്ങളെ കിണറുകളിൽ, കോയൽ കിണറുകളിലൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം നിലനിർത്തി തരണമേ റഹ്മാനെ. വെള്ളമില്ലാതെ കഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ പാതിരാ സമയം ദീർഘനേരമായി അല്ലാ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എന്താണെന്ന് നിനക്കറിയുമല്ലോ. വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണമേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ അല്ലാ. ഞങ്ങളെ നന്നാക്കണമേ റഹ്മാനെ. ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ അല്ലാ. ഞങ്ങളെ ദുആഇന് ഉത്തരം നൽകണമേ റബ്ബേ. സ്വീകരിക്കണമേ അല്ലാ. പാവങ്ങളാണ് റബ്ബേ. ഇൽമും അമലും ഇഖ്ലാസും തഖ്വയും ഈമാനും ഒക്കെ കുറഞ്ഞ ആഖിർ സമാനിലെ ചണ്ടികളാണ്.
നിന്നിലേക്ക് കരങ്ങൾ ഉയർത്താൻ ഒരു യോഗ്യതയുമില്ല. നീ ഇഷ്ടപ്പെടുന്ന ഒരു മഹാന്റെ ചാരത്ത് വെച്ച്, നീ ഇഷ്ടപ്പെടുന്ന സ്വലാത്തിന്റെ മജ്‌ലിസുൻ നൂറിന്റെ വാർഷിക സദസ്സിൽ വെച്ച്, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് സദഖ ചെയ്ത് നല്ലത് പറഞ്ഞ് സ്വലാത്തുകൾ ചൊല്ലി പ്രതീക്ഷയോടെ ഉയർത്തിയതാണ്. തട്ടിക്കളയല്ല അല്ലാ, സ്വീകരിക്കണമേ റഹ്മാനേ. ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا قد رفعنا أيدينا إليك راغبين راجين فلا تردن أيدينا خائبين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഓർക്കണം, ഉൾപ്പെടുത്തണം. എല്ലാവരും പരസ്പരം ദുആകളിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പ്രായാധിക്യം കൊണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്. അവരെയൊക്കെ നിങ്ങളുടെ ദുആകളിൽ ഓർക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് എൻ്റെ ദുആകളിൽ നിങ്ങളെ ഓർക്കും, ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.